ഹായ്, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. 10ാം ക്ലാസ്സിന്റെ ഫിസിക്സിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ ലെൻസസ് അല്ലേ, അതിന്റെ ലെറ്റസ് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിന്റെ നിങ്ങൾക്കറിയാം ലെറ്റസ് ചോദ്യങ്ങൾ 10 ചോദ്യങ്ങളുണ്ട് അല്ലേ. അപ്പൊ 10 ചോദ്യങ്ങളും നിങ്ങൾ നോക്കുന്ന സമയത്ത് കുറേ ലെങ്തി ക്വസ്റ്റ്യൻസ് ആണ്. ദാറ്റ് മീൻസ് അവിടുത്തെ കുറേ കാൽക്കുലേഷൻസ് ഉണ്ട്, കുറേ ഡയഗ്രാം വരയ്ക്കാനുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, സെപ്പറേറ്റ് ചോദ്യങ്ങളായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പോവാണ്. കാരണം എനിക്ക് അത്രയും നിങ്ങളിലേക്ക് എന്ത് ചെയ്യണം, നല്ല രീതിയിൽ പറഞ്ഞു തരണം. അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ചോദ്യങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, എടുത്തെടുത്ത് പഠിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, സോ ഈ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ടാവുക. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശ്രദ്ധിക്കൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് ലെൻസ് ഈസ് 20 സെന്റിമീറ്റർ. ഓക്കെ, ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്. ഈ ഒരു കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, 20 സെന്റിമീറ്റർ ആണ് അല്ലെ, 20 സെന്റിമീറ്റർ ആണ്. അതുപോലെ ഒബ്ജക്ട് ഓഫ് ഹൈറ്റ് 3 സെന്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 60 സെന്റിമീറ്റർ. എടാ മക്കളെ, ഇവിടെ ഒബ്ജക്റ്റ് ഉണ്ട്. ഈ ഒരു ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് HO എന്ന് പറയുന്നത് എന്താണ്, 3 സെന്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇത് ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് പറയുന്നുണ്ട്, U എന്ന് പറയുന്നത് 60 സെന്റിമീറ്റർ ആണെന്നും കൂടിയും പറയുന്നുണ്ട്. എടാ മക്കളെ, ഇങ്ങനെയാണ് ഒരു സാധാരണ കുട്ടി എന്ത് ചെയ്യുന്നത്, ചോദ്യം ചെയ്യുമ്പോൾ എടുത്തെഴുതുന്ന വാല്യൂസ് അല്ലെ. എന്താ നമ്മൾ എഴുതുക, ഫോക്കൽ 20, ഇനി HO 3 സെന്റിമീറ്റർ, U 60. പക്ഷെ നിങ്ങൾ അങ്ങനെയാണോ ചെയ്യേണ്ടത്? അല്ല. എന്താ ചെയ്യേണ്ടത്? യെസ്, സൈൻ കൺവെൻഷൻ പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യണം. എന്താണ് സൈൻ കൺവെൻഷൻ? പറഞ്ഞുതരാം, ശ്രദ്ധിക്കൂ. സൈൻ കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലെൻസ് എടുക്കുന്നു. ലെൻസ് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒബ്ജക്റ്റ് വെച്ചു എന്ന് വിചാരിക്കാം. ഇവിടെ ഒബ്ജക്റ്റ് ഉണ്ടായല്ലോ. യെസ്, ഇവിടെ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് ലൈറ്റ് ഇങ്ങനെ വന്നു, ഇവിടെ എന്തെങ്കിലും ഇമേജ് ഉണ്ടായെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ എടുക്കുന്ന കേസിൽ നിങ്ങൾ സൈൻ കൺവെൻഷൻ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അതായത് ഇവിടെ ഒപ്റ്റിക് സെന്റർ ഉണ്ട്, O എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് ഉണ്ട്. ഈ O എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ള എല്ലാ കേസുകളും, എല്ലാ ഡിസ്റ്റൻസുകളും നമ്മൾ മെഷർ ചെയ്യുന്നത് നെഗറ്റീവായിട്ടാണ്. ഓക്കെ, ലെഫ്റ്റിലേക്കുള്ള എല്ലാ വാല്യൂസും നെഗറ്റീവായിട്ട്, അതുപോലെ റൈറ്റിലേക്കുള്ള എല്ലാ വാല്യൂസും എന്താണ്, പോസിറ്റീവായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇനി മനസ്സിലാക്കണം, ഇവിടെ ഞാനൊരു ഒബ്ജക്റ്റ് മുകളിലേക്ക് വെച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ നെഗറ്റീവ് എടുക്കോ പോസിറ്റീവ് എടുക്കോ? യെസ്, പോസിറ്റീവ് എടുക്കും അല്ലെ. മുകളിലേക്കുള്ള ഡിസ്റ്റൻസ് എന്തായിട്ട് എടുക്കണം, പോസിറ്റീവ് ആയിട്ട് എടുക്കണം. താഴേക്കുള്ള ഡിസ്റ്റൻസ് എന്തായിട്ട് എടുക്കണം, നെഗറ്റീവ് ആയിട്ട് എടുക്കണം. ഇത്രയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ സൈൻ കൺവെൻഷൻ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഒരു ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലെൻസ് തന്നിട്ടുണ്ടെങ്കിൽ, നെഗറ്റീവ് ലെഫ്റ്റിലേക്കാണെങ്കിൽ നെഗറ്റീവ്, റൈറ്റിലേക്കാണെങ്കിൽ പോസിറ്റീവ്, മുകളിലേക്കാണെങ്കിൽ പോസിറ്റീവ്, താഴേക്കാണെങ്കിൽ നെഗറ്റീവ്. ഇത്ര കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. എങ്ങനെയാണ് ഒരു എക്സ്പേർട്ട് ഉത്തരം എഴുതുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, സോ നമുക്ക് നോക്കാം. എ ഫോക്കൽ ലെങ്ത് ഓഫ് കോൺവെക്സ് ലെൻസ് ഈസ് 20 സെന്റിമീറ്റർ. എടാ മക്കളെ, ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ അതിന്റെ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും എന്നറിയോ? പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. കോൺകേവ് ലെൻസ് ആണെങ്കിൽ അത് എന്തായിരിക്കും, നെഗറ്റീവ് വാല്യൂ ആയിരിക്കും ഫോക്കൽ ലെങ്ത് വരുന്നുണ്ടാവുക. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ബൈ ഹാർട്ട് പഠിച്ചു വെക്കണം. കോൺവെക്സ് ആണെങ്കിൽ പോസിറ്റീവ് വാല്യൂ, കോൺകേവ് ആണെങ്കിൽ നെഗറ്റീവ് വാല്യൂ. ഇതൊന്നും മനസ്സിലാക്കി പഠിക്കണം. സോ നമ്മൾ എന്ത് ചെയ്യാണ്, ചോദ്യം ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഇപ്പൊ ചോദ്യത്തിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് ദ ഫോക്കൽ ലെങ്ത് ഓഫ് കോൺവെക്സ് ലെൻസ് ഈസ് 20 സെന്റിമീറ്റർ. ദാറ്റ് മീൻസ് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും, ഫോക്കൽ ലെങ്ത് F എന്ന് പറയുന്നത് എന്താണ്, പോസിറ്റീവ് 20 സെന്റിമീറ്റർ ആണ്. എടാ ഇപ്പോഴും ഡൗട്ട് ഉള്ളവരുണ്ടോ? എടാ എന്തുകൊണ്ടാ പോസിറ്റീവ് 20 എടുക്കാൻ കാരണം? കോൺവെക്സ് ലെൻസ് ആണ് അല്ലെ, കോൺവെക്സ് ലെൻസ്. അപ്പൊ കോൺവെക്സ് ലെൻസ് ആയതുകൊണ്ട് നമുക്ക് എന്തെടുക്കാം, പോസിറ്റീവ് വാല്യൂ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി an object of height 3 സെന്റിമീറ്റർ ഈസ് ലൊക്കേറ്റഡ് അല്ലെ. ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ആ ഒരു ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് HO എന്ന് പറയുന്നത് എന്താണ്, 3 സെന്റിമീറ്റർ ആണ്. എടാ HO എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ, മുകളിലേക്കല്ല നമ്മൾ വരച്ചത് അല്ലെ. മുകളിലേക്ക് വരച്ചു കഴിഞ്ഞാൽ എന്തെടുക്കണം, പോസിറ്റീവ് 3 സെന്റിമീറ്റർ എന്ന് എടുക്കണം. അപ്പൊ നമുക്ക് മനസ്സിലായി, ഇവിടെ HO എന്ന് പറയുന്നത് എന്താണ്, പോസിറ്റീവ് 3 സെന്റിമീറ്റർ എന്നാണ് നമ്മൾ എടുക്കുന്ന വാല്യൂ. ഓക്കെ, വിച്ച് ഈസ് ലൊക്കേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 60 സെന്റിമീറ്റർ ഫ്രം ദ ഒപ്റ്റിക് സെന്റർ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, കൃത്യമായിട്ട് ചോദ്യം ശ്രദ്ധിക്കണം. ഇവിടെയാണ് നമ്മൾ ഒബ്ജക്റ്റ് വെച്ചത്, ശരിയല്ലേ? അപ്പോൾ ലെൻസും ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെഫ്റ്റിലേക്കാണോ റൈറ്റിലേക്കാണോ? ലെഫ്റ്റിലേക്കാണ്.
അല്ലേ? ലെഫ്റ്റിലേക്ക് ആയതുകൊണ്ട് നമ്മൾ ആ വാല്യൂ എന്തെടുക്കണം? നെഗറ്റീവ് എടുക്കണം. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ പറഞ്ഞ HO എന്ന് പറയുന്നത് +3 സെന്റിമീറ്റർ ആണ്. പക്ഷേ യു എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോ യു എന്ന് പറയുന്നത് -60 സെന്റിമീറ്റർ ആയിരിക്കും. എന്തുകൊണ്ടാണ് നെഗറ്റീവ് എടുക്കാൻ കാരണം? എടാ ലെൻസിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഒബ്ജക്റ്റ് ഇരിക്കണേ. മനസ്സിലായോ? ലെൻസിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. അതുകൊണ്ട് -60 സെന്റിമീറ്റർ എന്ന് നമ്മൾ എടുക്കാവൂ. ഇതാണ് സൈൻ കൺവെൻഷൻ. ഇതാണ് ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. പക്ഷേ നമ്മുടെ ചോദ്യം ഇതൊന്നല്ല മക്കളെ. എന്താ ചോദ്യം? കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ്. പെട്ടു എല്ലാവരും. ഹൈറ്റ് ഓഫ് ദ ഇമേജിന്റെ ഹൈറ്റാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HI ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ? HI കാണാനായിട്ട് നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ HI വരുന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏത് ഇക്വേഷനാണ്? മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ. വെരി ഗുഡ്. എല്ലാവരും പറഞ്ഞു മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ? മാഗ്നിഫിക്കേഷൻ M HI/HO അല്ലെങ്കിൽ V/U എന്ന് പറഞ്ഞ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ശരിയല്ലേ? അപ്പൊ ആ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നിങ്ങൾക്ക് ആൻസർ കിട്ടും. പക്ഷേ മക്കളെ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം HI/HO എന്ന് പറയുന്നത് V/U ആണ്. പക്ഷെ ഇവിടെ HO ഉണ്ട്, അതുപോലെ തന്നെ U ഉണ്ട്. പക്ഷെ എന്തില്ല? V ഇല്ല. വീണ്ടും ലോക്ക് ചെയ്തു അവര് അല്ലെ? V ഇല്ല. അപ്പൊ V ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? Vക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഷോർട്ട് കട്ട് ഇക്വേഷൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ശ്രദ്ധിച്ചിരിക്കൂ. V കാണാനായിട്ട് നിങ്ങൾ ലെൻസ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ? ദാറ്റ് മീൻസ് 1/f = 1/v - 1/u എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു സ്പെഷ്യൽ ഷോർട്ട് കട്ട് ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചു തരാം. ഓക്കെ, അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. വേണ്ടവർ നോട്ട് ചെയ്ത് വെച്ചോളൂ. V = F × U/F + U. ഈ ഷോർട്ട് കട്ട് ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നിങ്ങൾക്ക് കുറെ ചോദ്യങ്ങളിൽ ഇത് ആപ്ലിക്കബിൾ ആയിട്ട് വരും. ഓക്കെ, F × U/F + U. V കാണാനായിട്ട് എന്താ ചെയ്യേണ്ടത്? F × U/F + U. FU/F + U. അതാണ് ഇക്വേഷൻ. F × U/F + U. ഇതാണ് നമ്മൾ ചെയ്യുന്ന കാര്യം. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിയുടെ വാല്യൂ കിട്ടില്ലേ? ഈ വിയുടെ വാല്യൂ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ HI/HO എന്ന് പറഞ്ഞിട്ട് ഈ ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നാൽ എന്ത് ചെയ്യുള്ളൂ? നിങ്ങൾക്ക് ആൻസർ കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, സോ നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് V കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. F × U/F + U ആണ്. ശരിയല്ലേ? അപ്പൊ ഈ ഇക്വേഷനിൽ എല്ലാ വാല്യൂസും കൊടുത്തു നോക്കൂ. അപ്പൊ നമുക്ക് വിയുടെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഞാനിവിടെ കൊടുക്കുകയാണ്. എഫിന്റെ വാല്യൂ നമുക്കറിയാം +20. +20 അല്ലെ? +20 എന്ന് കൊടുക്കേണ്ട, നമുക്ക് ജസ്റ്റ് 20 എന്ന് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ 20 × യുക്ക് പകരം നമുക്ക് കൊടുക്കാം -60. ഓക്കെ, -60 ബൈ എഫിന് പകരം ഇനി കൊടുക്കണം 20 പ്ലസ് യുക്ക് പകരം -60. വളരെ സ്ലോയിലാണ് ഞാൻ പറഞ്ഞിരുന്നത്. കാര്യം ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കുട്ടികളുണ്ടാവും. ക്യാച്ച് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരു 2x സ്പീഡിലൊക്കെ ഇട്ട് കണ്ടോളൂ. ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യേണ്ട? ആ സമയം നിങ്ങൾ കളയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? 20 × -60 അല്ലെ? 20 × -60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊക്കെ കിട്ടുന്നത് -1200 ആണ്. നിങ്ങൾക്കും അത്ര തന്നെയല്ലേ കിട്ടുക? യെസ്, മൾട്ടിപ്ലൈ ചെയ്യാൻ എല്ലാവർക്കും അറിയാം. ഇനി ഇവിടെ നോക്കുന്ന സമയത്ത് പോസിറ്റീവ് നമ്പർ ഉണ്ട്, നെഗറ്റീവ് നമ്പർ ഉണ്ട്. നമ്മൾ എന്താ ചെയ്യുക? എന്താ ചെയ്യുന്നത്? ഞാൻ 9 ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലേ? എന്താ ചെയ്യേണ്ടത്? വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കുക, എന്നിട്ട് വലുതിന്റെ ചിഹ്നം ഇടുക. ഓക്കെ, അപ്പോൾ വലിയ നമ്പർ 60, അതിൽ നിന്ന് 20 കുറച്ചാൽ 40, എന്നിട്ട് വലിയതിന്റെ ചിഹ്നം നെഗറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടും ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും? ഇവിടെ -40 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് മൈനസും കട്ട് ചെയ്ത് പോയി, 0 കട്ട് ചെയ്ത് പോയി. ബാക്കി എത്ര എഴുതുന്നു? 120/4 എന്ന് വന്നു. 120/4 എനിക്ക് കിട്ടുന്നത് എത്രയാണ്? ഈ പറഞ്ഞ 30 സെന്റിമീറ്റർ എന്നാണ് കിട്ടുക. ശരിയല്ലേ? യെസ്, 30 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, 30 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇപ്പൊ നമുക്ക് എന്ത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ? വിയുടെ വാല്യൂ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അല്ലെ? വിയുടെ വാല്യൂ എത്രയാണ് കിട്ടിയത്? വിയുടെ വാല്യൂ നമുക്ക് കിട്ടി. എത്ര കിട്ടി? +30 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇതാണ് നമ്മൾ ചെയ്തു വെച്ചേക്കുന്നത്. ഓക്കെ, ഇനി ഈ വിയുടെ വാല്യൂ എവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? മാഗ്നിഫിക്കേഷൻ ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ എന്താ? M = HI/HO അല്ലെ? ശരിയല്ലേ? HI/HO = V/U. അപ്പൊ ഞാനിവിടെ എഴുതാണ് V/U. ഓക്കെ, അപ്പൊ ആ ഇക്വേഷനിൽ നമ്മൾ കൊടുത്തു. അതിൽ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് HIയുടെ വാല്യൂ ഇല്ല. അതുകൊണ്ട് നമ്മൾ HI എന്ന് തന്നെ എഴുതി ബൈ
എച്ച് ഓടെ വാല്യൂ ഉണ്ട്. എച്ച് ഓടെ വാല്യൂ നിങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എത്രയാണ്? പോസിറ്റീവ് 3 സെന്റിമീറ്റർ ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി 3 എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, പോസിറ്റീവ് ഇട്ടില്ലെങ്കിലും വിഷയമില്ല. നമുക്കറിയാം പോസിറ്റീവ് ഇട്ടാലും ഇട്ടില്ലെങ്കിലും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. ഓക്കെ, ഇനിയിപ്പോൾ വിയുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് 30 ആണെന്ന്. യുടെ വാല്യൂ നമുക്കറിയാം എത്രയാണെന്ന് അവർ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, -60 സെന്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും എത്രയാണ്? 30/60 അല്ലെ -60 സെന്റിമീറ്റർ എന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ 0 കട്ട് ചെയ്ത് പോയി. ബാക്കി നമുക്ക് എന്ത് വന്നു? HIയുടെ വാല്യൂ കിട്ടി. HI/3 എന്ന് പറയുന്നത് എത്ര കിട്ടി? 3/6 -6 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് ഞാൻ താഴേക്ക് ഒന്ന് ഇറക്കി എഴുതുകയാണ്. താഴേക്ക് ഇറക്കി എഴുതുന്ന സമയത്ത് എനിക്ക് കിട്ടും, ഇങ്ങനെയായിരിക്കും കിട്ടുന്നുണ്ടാവുക, HI/3. ശ്രദ്ധിക്കണം നിങ്ങൾ, HI/3 = 3/-6. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡിവൈഡഡ്/3 അല്ലേ? ഈ ഡിവൈഡഡ്/3 അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? × 3 ആയിട്ട് മാറും. ഓക്കെ, അതാണ് അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത്. അടുത്ത സ്റ്റെപ്പ് ഇത്രയേ ഉള്ളൂ. HIയുടെ വാല്യൂ ആണ് കണ്ടെത്തേണ്ടതെന്നുണ്ടെങ്കിൽ 3/-6 × 3. ശരിയല്ലേ? ഇത് നമ്മൾ ചെയ്യുമ്പോൾ എത്ര കിട്ടോടാ? 3 × 3 എന്ന് പറയുന്നത് നമുക്ക് കിട്ടും 9/-6. 9/-6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? ഇതിനെ ചെറുതാക്കുന്ന സമയത്ത് 3 എത്ര വരും? 3/2 വരും. 3/2 എന്ന് പറഞ്ഞാൽ -1.5 കിട്ടും അല്ലേ? ശരിയല്ലേ? -1.5 സെന്റിമീറ്റർ എന്ന് കിട്ടും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കാൽക്കുലേഷൻ ജസ്റ്റ് മാത്തമാറ്റിക്സ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് കിട്ടും, എന്ത് കിട്ടും? HIയുടെ വാല്യൂ -1.5 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി HIയുടെ വാല്യൂ എത്രയാണ്? HIയുടെ വാല്യൂ നമുക്ക് കിട്ടി -1.5. ഓക്കെ, -1.5. കാൽക്കുലേഷൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യണം? ഒന്ന് ചെയ്ത് പഠിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചോദ്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ HIയുടെ വാല്യൂ നമുക്ക് കിട്ടി -1.5 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇനി അതിന്റെ ബി ക്വസ്റ്റ്യൻ ആയിട്ട് അവർ ചോദിച്ചിട്ടുണ്ട്, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ് ഒബ്റ്റൈൻഡ്. ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഹൈറ്റ് ഓഫ് ദി ഇമേജ് എന്ന് പറയുന്നത് എത്രയാണ്? യെസ്, -1.5 സെന്റിമീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഉണ്ടായ ഇമേജിന്റെ പ്രത്യേകതകൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ, ഈ വാല്യൂ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ. വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടിയത്? -1.5 സെന്റിമീറ്റർ. എടാ മക്കളെ, മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഇമേജ് എന്തായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും അല്ലെ? ഇൻവേർട്ടഡ് ആയിരിക്കും. അതുപോലെ എന്തായിരിക്കും? റിയൽ ആയിരിക്കും. ഓക്കെ, തലകീഴായതായിരിക്കും, യഥാർത്ഥമായിരിക്കും. അതുപോലെ തന്നെ എന്തായിരിക്കും? വളരെ ചെറുതായിരിക്കും. വെരി സ്മോൾ സൈസ് ആയിരിക്കും. ഓക്കെ, സ്മോൾ സൈസ് ആയിരിക്കും. അപ്പം അതെങ്ങനെയാണ് നമുക്ക് ഈ വാല്യൂ എന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുക? എടാ മക്കളെ, ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, നെഗറ്റീവ് വാല്യൂ കണ്ടില്ലേ? നെഗറ്റീവ് വാല്യൂ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം അത് ഇൻവേർട്ടഡ് ഇമേജ് ആണ് അവിടെ ഉണ്ടായത്. ഇനി അതുപോലെ തന്നെ റിയൽ ഇമേജ് ആണ് ഉണ്ടായത്. 1.5 സെന്റിമീറ്റർ ഉണ്ട്. ദാറ്റ് മീൻസ് റിയൽ ഇമേജ് ആണ് അവിടെ ഉണ്ടായത്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ എടുത്ത ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എത്രയായിരുന്നു? 3 സെന്റിമീറ്റർ ആയിരുന്നു എടുത്ത ഒബ്ജക്റ്റിന്റെ ഹൈറ്റ്. പക്ഷെ നമുക്ക് ഇമേജ് ആയിട്ട് കിട്ടിയപ്പോൾ എത്രയായിട്ട് മാറി? 1.5 ആയിട്ട് കുറഞ്ഞില്ലേ? എടാ, എടുത്തത് 3, നമുക്ക് കിട്ടിയത് 1.5. അപ്പോൾ കിട്ടിയ ഇമേജ് എന്താണ്? സ്മോൾ ആണോ ലാർജ് ആണോ? സ്മോൾ ആയിരിക്കും. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ ആ ഒരു ഇമേജിന്റെ ക്യാരക്ടറുകൾ കൃത്യമായിട്ട് എഴുതി വെക്കുന്ന കാര്യം. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഉടനടി തന്നെ കാണാം. സോ നിങ്ങൾ എന്ത് ചെയ്യണം? ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങൾക്ക് നല്ലപോലെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് എടുത്ത് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും എന്ത് ചെയ്യുന്നതാണ്? എല്ലാ ചോദ്യങ്ങളും ഒരുമിച്ച് ചെയ്യുന്നതാണ്. അപ്പം സെപ്പറേറ്റ് ചോദ്യം ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. സോ താങ്ക് യു. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് കാണാം. താങ്ക് യു. ബൈ.